എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശനീശ്വരൻ്റെ അനുഗ്രഹം എളുപ്പം നേടുവാൻ സാധിക്കുന്ന ദിനമായ ശനി ജയന്തിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ശനീശ്വരൻ്റെ ജന്മദിനമായാണ് ശനി ജയന്തി ആഘോഷിക്കുന്നത്. ശനി അമാവാസി എന്നും ശനി ജയന്തി അറിയപ്പെടുന്നു. ശനി ജയന്തി ദിനത്തിൽ ഭക്തർ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിനായി ഉപവാസം അല്ലെങ്കിൽ വ്രതം അനുഷ്ഠിക്കുകയും ശനിക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അനുഗ്രഹം തേടുകയും ചെയ്യുന്നു. നീതിയിൽ വിശ്വസിക്കുന്ന ശനിദേവൻ പ്രീതിപ്പെട്ടാൽ തൻ്റെ ഭക്തന് സർവ്വ സൗഭാഗ്യങ്ങളും നൽകുന്നു. ശനി ഭഗവാന്റെ അനുഗ്രഹമില്ലാത്ത ആളുകൾ ജീവിതത്തിൽ കഠിനാധ്വാനത്തിന് പ്രതിഫലം ലഭിക്കാതെ വർഷങ്ങളോളം അധ്വാനിക്കേണ്ടി വരുന്നു. ഉത്തരേന്ത്യൻ പൂർണിമന്ത കലണ്ടർ പ്രകാരം ജ്യേഷ്ഠമാസത്തിലെ അമാവാസി തിഥിയിലാണ് ശനി ജയന്തി ആഘോഷിക്കുന്നത്. ദക്ഷിണേന്ത്യൻ അമാവാസി കലണ്ടർ പ്രകാരം വൈശാഖ മാസത്തിലെ അമാവാസി തിഥിയിലാണ് ശനി ജയന്തി വരുന്നത്. ഈ വർഷം ശനി ജയന്തി വരുന്നത് 2025 മെയ് 27 ചൊവ്വാഴ്ചയാണ്. ധാർമ്മികതയുടെ പാതയിൽ നടക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്ന ശനീശ്വരൻ്റെ നീതിനിഷ്ഠമായ സ്വഭാവം വഞ്ചനയുടെയും തിന്മയുടെയും പാതയിൽ നടക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. എക്കാലത്തെയും ഏറ്റവും മഹാനായ അധ്യാപകനാണ് ശനിദേവൻ. കുലീനതയിൽ നിന്നും നീതിയിൽ നിന്നും അകന്നുപോയ ആളുകളെ ശരിയായ പാതയിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് ശനീശ്വരനാണ്. ഹിന്ദുമത വിശ്വാസമനുസരിച്ച് ഓരോ വ്യക്തിയും ദുഷ്കരമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നുവെന്ന ഒരു വിശ്വാസമുണ്ട്. ഇത് ജ്യോതിഷപരമായി സാതേ സതിയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നു. ഈ കാലയളവ് 7.5 വർഷം നീണ്ടു നിൽക്കുകയും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരികയും ചെയ്യുന്നു. ഈ ദുഷ്കരമായ കാലഘട്ടം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. എന്നിരുന്നാലും വേദങ്ങൾ അനുസരിച്ച് ഒരു വ്യക്തി ധാർമ്മിക ജീവിതം നയിക്കുകയും സത്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ ശനിദേവൻ ആ വ്യക്തിക്ക് അനുഗ്രഹം നൽകും. വ്രതാനുഷ്ഠാനങ്ങളിലൂടെ ശനിപ്രീതി വരുത്തുവാൻ ഏറ്റവും സഹായകരമായ ഒരു ദിനമാണ് ശനി ജയന്തി. ഈ ദിവസം എള്ള്, കടുക്, എണ്ണ, കറുത്ത വസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യാവുന്നതാണ്. ഈ ദിവസം മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ശനിദേവൻ്റെ അനുഗ്രഹം നേടാൻ നമ്മെ സഹായിക്കുന്നു. ശനിഗ്രഹത്തിൻ്റെ അധിപനാണ് ശനിദേവൻ. ശനിയാഴ്ചകൾ ശനിയുടെ അധിപനെ ആരാധിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ശനിയാഴ്ചകളിൽ ശനിദേവനെ ആരാധിക്കുന്നത് കർമ്മഫലത്തിൻ്റെ ദോഷങ്ങൾ കുറയുന്നതിന് കാരണമാകുന്നു. ജ്യോതിഷപ്രകാരം നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും സാവധാനം സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി. എന്നിരുന്നാലും ജ്യോതിഷശാസ്ത്രങ്ങൾ അനുസരിച്ച് അതിൻ്റെ പ്രാധാന്യം പല മടങ്ങാണ്. ഒരു വ്യക്തിയുടെ ജനന ചാർട്ടിൽ ശനിയുടെ സ്ഥാനം അവരുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കും. അതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ ശനിയുടെ അനുഗ്രഹം നേടുവാൻ ഭഗവാനെ ആരാധിക്കുന്നത്. കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയ ആളുകൾ അച്ചടക്കത്തിലും ധാർമ്മികതയിലും ജീവിതം നയിച്ചുകൊണ്ട് സ്വയം വീണ്ടെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ആത്മാർത്ഥമായ പരിശ്രമം അവർക്ക് ശനിദേവൻ്റെ പ്രീതി നേടിത്തരും. ശനി ജയന്തി ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നത് സത്യത്തിൻ്റെയും നീതിയുടെയും പാതയോടുള്ള സമർപ്പണം പ്രകടിപ്പിക്കുവാൻ സഹായകരമാണ്. വിജയകരമായ ജീവിതം സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഗുണങ്ങൾ വളർത്തിയെടുക്കുവാൻ സഹായിക്കുന്ന ഒരു ദിനം കൂടിയാണ് ശനി ജയന്തി. ജാതകത്തിൽ ശനിയുടെ സ്ഥാനം പ്രതികൂലമായി ബാധിക്കുന്ന വ്യക്തികൾക്ക് ശനി ജയന്തി ദിവസം വളരെ പ്രധാനമാണ്. ഹിന്ദുമത വിശ്വാസമനുസരിച്ച് ദാനധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും, പ്രത്യേകിച്ച് ശനിയുടെ ദോഷഫലങ്ങൾ മൂലമുണ്ടാകുന്ന കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം നൽകുമെന്ന് പറയപ്പെടുന്നു. ശനി ജയന്തി ദിനത്തിൽ മറ്റുള്ളവരെ, അതായത് സഹായം അർഹിക്കുന്ന വ്യക്തികളെ നേരിട്ടോ അല്ലാതെയോ സഹായിക്കുന്നത് ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സഹായിക്കുന്നു. ഈ ദിവസം പ്രശസ്തമായ സുന്ദരകാന്ഡവും ശ്രീരാമചരിതമാനസവും പാരായണം ചെയ്യുന്നത് നല്ല ഫലങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്നതിന് കാരണമാകുന്നു. അന്നേ ദിവസം ഹനുമത് ക്ഷേത്ര ദർശനം നടത്തുന്നതിലൂടെയും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിലൂടെയും ഒരു വ്യക്തിക്ക് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ നേരിടുവാനുള്ള ശക്തി ലഭിക്കുന്നു. ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നതനുസരിച്ച് സാവധാനം സഞ്ചരിക്കുന്നവൻ എന്നർത്ഥം വരുന്ന ശനൈശ്ചര എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ശനി എന്ന പേര് ഉരുത്തിരിഞ്ഞത്. ശനി എന്നത് ശനിയുടെ ഗ്രഹത്തെയും ചര എന്നത് ചലനത്തെയും സൂചിപ്പിക്കുന്നു. 30 വർഷത്തിനുള്ളിൽ ശനി സൂര്യനു ചുറ്റും ഒരു തവണ ഭ്രമണം ചെയ്യുന്നു എന്ന വസ്തുതയിൽ നിന്നാണ് ഈ പേരിന് അതിൻ്റെ അർത്ഥം ലഭിച്ചത്. ശനി ജയന്തി ദിനത്തിൽ രാവിലെ കുളിച്ച് ശനീശ്വര ക്ഷേത്ര ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. എണ്ണയും നീലപ്പൂക്കളും കറുത്ത എള്ളും ശനീശ്വരന് സമർപ്പിക്കുന്നത് ഗുണകരമാണ്.
ജന്മദിനത്തിൽ അതീവ പ്രസന്നനായിരിക്കുന്ന ശനിദേവന് അന്നേ ദിവസം സമർപ്പിക്കുന്ന വഴിപാടുകളും പ്രാർത്ഥനകളും ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ ശനി ജയന്തി ദിവസം ക്ഷേത്ര ദർശനം നടത്തി ശനീശ്വരനോട് നന്നായി പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായും ഗുണാനുഭവങ്ങൾ കൊണ്ടുതരുന്നതാണ്. വ്രതനിഷ്ഠയോടെയുള്ള ശനീശ്വര പ്രാർത്ഥന ഇരട്ടി ഫലദായകമാണ്. ശനി ജയന്തി ദിനത്തിൽ ഒരിക്കലോടെ വ്രതമനുഷ്ഠിക്കുന്നത് ശനിപ്രീതിക്ക് കാരണമാകുന്നു. അന്നേ ദിവസം അയ്യപ്പസ്വാമിയെയും മഹാദേവനെയും ഹനുമാൻ സ്വാമിയെയും ശാസ്താവിനെയും പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. ശനി ജയന്തി ദിവസം കറുത്ത വസ്ത്രം ധരിക്കുന്നത് ശനിദോഷം കുറയുവാൻ സഹായിക്കുന്നു. അന്നേ ദിവസം കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും ദരിദ്രർക്ക് ഭക്ഷണം ദാനം ചെയ്യുന്നതും ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകുന്നതിന് കാരണമാകുന്നു. ശനിയെ ആരാധിക്കുന്നതിലൂടെ ഭക്തർക്ക് ഭാഗ്യവും സമൃദ്ധിയും ലഭിക്കുന്നു. ശനിദോഷ കാലയളവിൽ ദോഷത്തെ കുറയ്ക്കുവാനായി ശനിയാഴ്ചകളിൽ അനുഷ്ഠിക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് അഭ്യംഗം ആണ്. അഭ്യംഗം എന്നാൽ തേച്ചുകുളി എന്നാണ് അർത്ഥം. ശനിയാഴ്ചകളിൽ എള്ളെണ്ണ ശരീരം മുഴുവൻ തേച്ചു കുളിക്കുന്നതിലൂടെ ശനിയുടെ ഊർജ്ജപ്രസരം ശരീരത്തിലേക്ക് ഏൽക്കുന്നതിനെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ശനിയാഴ്ച ദിവസം അലക്കി ശുചിയായ വസ്ത്രങ്ങൾ മാത്രം ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നതാണ്. മൂന്നാമത്തെ കാര്യം, അയ്യപ്പസ്വാമിയെ നന്നായി പ്രാർത്ഥിക്കുക. ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക. ഇതിലെ ശാസ്ത്രീയ വശം എന്താണെന്ന് വെച്ചാൽ, അയ്യപ്പ ക്ഷേത്രത്തിൽ എപ്പോഴും നീരാഞ്ജനം കത്തിക്കും. എള്ള് കത്തുമ്പോഴുണ്ടാകുന്ന ഊർജ്ജപ്രസരണം നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്നത് ശനിദോഷ കാലയളവിൽ നമുക്കുണ്ടാകുന്ന മന്ദത മാറുന്നതിന് കാരണമാകുന്നു. നാലാമത്തെ കാര്യം, അരയാൽ പ്രദക്ഷിണമാണ്. ശനിയാഴ്ചകളിലെ പ്രഭാതങ്ങളിൽ അരയാൽ പ്രദക്ഷിണം നടത്തുന്നതിലൂടെ ശരീരത്തിലുള്ള പ്രതികൂല ഊർജത്തിനെ പുറന്തള്ളുകയും പ്രാണോർജം ലഭിക്കുകയും ചെയ്യുന്നു. അഞ്ചാമത്തെ കാര്യം, ശനിയാഴ്ച വ്രതമാണ്. ശനിയാഴ്ചകളിൽ വ്രതം നോൽക്കുന്നത്, അതായത് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ടുള്ള വ്രതം നോൽക്കുന്നത് ശനിദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നു. ശനി ജയന്തി ദിനത്തിൽ ശനിയെ സ്മരിക്കുന്നത് ജീവിതത്തിൽ മികച്ച വ്യക്തിയാകുവാൻ നമ്മെ സഹായിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കുന്നതും നമ്മെ തന്നെ മികച്ചതാക്കുന്നതുമായ ധാർമ്മികതയുടെ വശത്ത് നടക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നതിനാൽ ശനി ജയന്തി വളരെയധികം പ്രസക്തിയുള്ള ഒരു ദിവസമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ശനീശ്വരൻ്റെ അനുഗ്രഹം നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു.